ഇവർക്ക് എന്താണ് ഇത് കിട്ടി? ഇവരെ ദേവതങ്ങളെ അല്ലെ ദൈവങ്ങളെ ഇവർ പൂജിച്ചോട്ടെ. ഇവർ ഇവിടെയും കടന്നു കയറി ഇവിടെയും വൈദികമാക്കാൻ നോക്കുന്നുണ്ട്. എന്താവശ്യമാണുള്ളത്? ഒരാവശ്യവും ഇല്ല. കൃത്യമായിട്ട് അതുകൊണ്ട് ഇവർക്ക് എന്താണ് നേട്ടമുള്ളത് അല്ലേ? ഈ 64 കോടി യോഗിനിമാരെ ആള് പരിപാലിക്കപ്പെടുന്നവളാണ് അത്. നമ്മുടെ എല്ലാം ധർമ്മദൈവമായിട്ടുള്ള കാളി ധാര അല്ലെ കാളി നീലിയൊക്കെ. ഈ അതിരാത്രം നടത്തിയാലും സോമയാഗം നടത്തിയാലും സ്വർഗ്ഗപ്രാപ്തിക്ക് വേണ്ടി യാഗം നടത്തുന്നെങ്കിൽ അത് താമസികമായിട്ടല്ലേ വരുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ വന്നൊരു സിനിമയാണ് കറുപ്പ് കണ്ടൊരു പടം വന്നിട്ടുണ്ട്, സൂര്യൻ്റെ. ഇതുപോലെ കാന്താര. ഇതിലൊക്കെ എന്താ വെച്ചാൽ അവിടുത്തെ തദ്ദേശീയ ദൈവസങ്കല്പന ശാക്തീയത്തെ ഉയർത്തി കാണിക്കുന്ന സംവിധാനം ആളുകൾ ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാവുന്നില്ല. ഉണ്ടായതിന് ഇപ്പോൾ ഡിസംബർ 4 നമ്മളൊന്നും അട്ടഹസിച്ച സമയത്ത് കേരളം അതിനെ പരമാവധി ഹിന്ദുത്വം പറയുന്ന ആളുകൾ തന്നെ ഇപ്പോൾ കൊടുങ്ങല്ലൂരൊക്കെ ഭരണിക്ക് അശ്വതി കാവതുണ്ടല്ലെന്ന് വന്ന് വെട്ടിയ കോമരം 7ാം നാൾ തുറക്കുന്ന ദിവസം അവൻ്റെ തലയിലുള്ള മുറിപ്പാട് പോലും ഇല്ല. ഒരു മഞ്ഞൾ പൊടിയിൽ ഒതുക്കും തമ്പുരാട്ടി. ഇതൊക്കെ നിങ്ങൾ ഏത് ശാസ്ത്രലോകം കൊണ്ട് തെളിയിക്കും? ഇപ്പോൾ കൊട്ടിയൂർ ഉത്സവമായി. കൊട്ടിയൂർ പോയാൽ കുളത്തിൻ്റെ അകത്ത് നടക്കുന്ന കല്ല് തയ്ച്ചാൽ ചന്ദനവും ഭസ്മവും കുങ്കുമവും കിട്ടുന്നു. ഇത് ഏത് ശാസ്ത്രലോകം കൊണ്ട് തെളിയിക്കും? കൊട്ടിയൂരപ്പൻ്റെ അടുപ്പിൽ വിറക് കത്തിച്ചു കഴിഞ്ഞാൽ ആ വിറകിൻ്റെ ചാരം തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൽ അടുപ്പിലാണ് പൊന്തുന്നത്. ശക്തി പാരമ്പര്യമുള്ള മലബാർ ശക്ത കൗള പാരമ്പര്യമുള്ള ഓരോ തറവാട്ടോരോ കുരുന്നു പോലും ഇനി വരുന്ന നാളോട്ട് ശബരിമല പ്രക്ഷോഭം ഉണ്ടായതുപോലെ ഈ ദേവതയോ ഈ ആരാധനയോ കടന്നു കയറുന്നുവെങ്കിൽ ഇതിനെ ആക്ഷേപിക്കപ്പെടുന്നുവെങ്കിൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തെ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ ഇവർ സംഘടിച്ച് നിന്നുകൊണ്ട് ഒറ്റയ്ക്ക്. ഹിന്ദു സംഘടനയിലെ നേതാവ് ഒരു സ്ത്രീ പറയാണ് കാട്ടാളന്മാര് മനുഷ്യരാണ്. സംഘടിത ബലം കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയത്തിലാണ് കേൾക്കാതിരിക്കുന്നത്. കല്ലടിക്കോട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നമ്മുടെ ആശ്രമം വിദ്യാപീഠം സ്ഥിതി ചെയ്യുന്ന കല്ലടിക്കോട് എന്താ വെച്ചാൽ നീലി ചാത്തൻ അല്ലെങ്കിൽ മലനായാടി ഇങ്ങനെ ഒരുപാട് വിശാലമായ സങ്കല്പമുണ്ട്. പക്ഷെ അതിന് തൊട്ടുള്ള ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ക്ഷേത്രങ്ങളൊക്കെ പുതിയ ക്ഷേത്രങ്ങൾ പൊന്തിയിട്ടുണ്ട്. ഇപ്പോൾ ശാസ്താവും കിരാതമൂർത്തിയും വനദുർഗിയൊക്കെ മാറ്റപ്പെടുമ്പോൾ അതിനൊക്കെ തന്ത്രസ്ഥാനത്ത് വരുന്ന ഇപ്പോൾ ഇവിടുത്തെ ഈ സമുദായ പ്രശ്നം പറയല്ല, എന്നാൽ പോലും നമ്പൂതിരി തന്ത്രം ചെയ്യുന്ന അത്തരം ആളുകളെ പാരമ്പര്യക്കാരാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഈ ദേവത മാറുന്നു, സമ്പ്രദായം മാറുന്നു. ഇതിനൊക്കെ ഹൈന്ദവ സംഘടനകൾ കൂടിയാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. വലിയ വിഷമമുള്ള കാര്യമാണ് ഇത്തരം ക്ഷേത്രങ്ങൾ പൊന്തുമ്പോൾ. അപ്പോൾ ഈ പറയപ്പെടുന്ന യഥാർത്ഥ സത്ത് അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ യഥാർത്ഥ കൾച്ചർ ഇത് ഇല്ലാണ്ടാവുക കാരണം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടുത്തെ നിവേദ്യങ്ങൾ മാറി, അർച്ചകന്മാർ പൂജാരിമാർ മാറി, സമ്പ്രദായം മാറി, ഉപാധി മാറി, കാവിന് പകരം ക്ഷേത്രങ്ങൾ വരുന്നു. ഇതൊക്കെ സത്യത്തിൽ വലിയൊരു ഇപ്പം നമ്മൾ മതം മാറ്റം ഇപ്പോൾ എന്താ പറയുക, ഇസ്ലാമിക മതത്തിലേക്ക് പോയി ക്രൈസ്തവ മതത്തിലേക്ക് പോയി, ഇതിനേക്കാൾ വലിയൊരു മതം ദൈവത്തെ മാറ്റുന്നത് ദൈവനിന്ദ തന്നെയാണത്. അപ്പം ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളല്ലേ. കാരണം ഈ സത്യത്തിൽ അവിടെ പൂജിക്കപ്പെടേണ്ടത് ആ സമ്പ്രദായമുള്ള, ഞാൻ അവിടെയും ജാതി പറയുന്നില്ല, അത് സമ്പ്രദായമുള്ള സാധകരാണ്. പക്ഷെ അതല്ലല്ലോ ഉണ്ടാവുന്നത്. അപ്പം ഇതിനൊരു മാറ്റം വേണ്ടേ? ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ടത്. ഇപ്പോൾ കിരാതമൂർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ മലനായാടി, അത് കിരാതമൂർത്തി സംസ്കൃതം പറയുന്നതോടുകൂടി അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ സത്യത്തിൽ? ഈ മലനായാടിയ കിരാതമൂർത്തി എന്ന് തിരുമേണ്ട അഭിപ്രായം. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ മാറ്റപ്പെടുന്നു എന്നാണ്. ഇവർക്ക് എന്താണ് ഇത് കിട്ടി? ഇവരെ ദേവതങ്ങളെ അല്ലെ ദൈവങ്ങളെ ഇവർ പൂജിച്ചോട്ടെ. ഇവർ ഇവിടെയും കടന്നു കയറി ഇവിടെയും വൈദികമാക്കാൻ നോക്കുന്നുണ്ട്. എന്താവശ്യമാണുള്ളത്? ഒരാവശ്യവും ഇല്ല. കൃത്യമായിട്ട് അതുകൊണ്ട് ഇവർക്ക് എന്താണ് നേട്ടമുള്ളത് അല്ലേ? എന്നിട്ട് ഇതിലേക്കൊക്കെ കയറി നമ്മുടെ ആചാരങ്ങൾ ഇതൊക്കെ ഒറ്റ ഒരു സമ്പ്രദായത്തിലേക്ക് വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് ഒരിക്കലും അത് നടക്കുന്നതല്ല. ആണോ? അല്ല, പ്രകൃതി വിരുദ്ധതയല്ലേ? പ്രകൃതി വിരുദ്ധതയാണ്, മതനിന്ദയാണ്. ഇതാണ് ശരിക്കും മതനിന്ദ. അല്ല, അതുകൊണ്ടല്ലേ ഹൈന്ദവർക്ക് ഒരു ഐക്യമില്ലാത്തതും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വേണം നടക്കാത്തത് കൊണ്ടൊക്കെ തന്നെയല്ലേ പരസ്പരം. അപ്പോൾ അടിവേരിൽ വെള്ളം ഒഴിച്ചിട്ടില്ല ഒരു മരവും തളിർക്കൂല, കായ്ക്കൂല, പൂക്കൂല. അത്രയും നമ്മളാക്കുക. അടിവേരാണ് ഇവിടുത്തെ കുലാചാരങ്ങൾ, ധർമ്മദൈവത സ്ഥാനങ്ങൾ. അത് നോക്കാതെ മഹാക്ഷേത്രങ്ങൾ മാത്രം പോയി അവിടുത്തെ ദേവതമാരെ മാത്രം പ്രാർത്ഥിച്ച് അവരുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് വെച്ച് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ തലമുറയല്ല നമ്മുടെ ഇപ്പം ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ള കാര്യങ്ങളോ നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോ നമുക്ക് ഒരിക്കലും പൂർണ്ണതയിലെത്തൂല. അത് ഉറപ്പാണ്. ഇത്തരം കൺവേർട്ടിങ് ഒരു മതം മാറ്റത്തിനും കാട്ടി വലിയ കൺവേർട്ടിങ്ങാണ് ഇവർ ചെയ്യുന്നത്. ഇവരറിയാതെ ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ ധർമ്മദൈവങ്ങളെ കൃത്യമായിട്ട് അതിൻ്റെ സമ്പ്രദായ പ്രകാരം ആരാധിക്കാണ്ടിരിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ ഒക്കെ ഈ മലബാരത്ത് മാത്രമല്ല, കേരളം നിറച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ വിഷയം. കാവുകൾ ക്ഷേത്രങ്ങളാക്കി മാറ്റുക, അവിടെ മൂർത്തീൻ്റെ സ്വഭാവം മാറ്റുക, പുറത്തുനിന്നുള്ളൊരു നമ്പൂതിരി തന്ത്രീനെ കൊണ്ടുവരാം. അപ്പം അവർ വലിയ ശ്രേഷ്ഠന്മാരാന്ന് കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നീട് അവരെ കയ്യിലായി. പിന്നീട് ഷടാധാര പ്രതിഷ്ഠ വന്നു. മഠങ്ങളും പതികളും ഒക്കെ എന്ത് ചെയ്തു? ക്ഷേത്രവൽക്കരിക്കപ്പെട്ടു. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അല്ല, ഹൈന്ദവ സമൂഹത്തിൽ ഇപ്പോൾ പുരോഹിതന്മാരെ നമ്മളൊരു പുറത്തൊരു പൊതുവേദിയിലേക്ക് കാണുന്നില്ല. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ രഘുസ്വാമിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഈ രഘുസ്വാമിനൊന്നും സത്യത്തിൽ ഇതുവരെ നമ്മൾ ഒരു ഹൈന്ദവമായിട്ടുള്ളൊരു വിശാലമായിട്ടുള്ളൊരു സമ്മേളനത്തിലൊന്നും ഒരു വിളക്ക് തെളിയിക്കുന്ന നമ്മൾ കണ്ടില്ല. അതുപോലെ ഇപ്പോൾ കണ്ണൂർ മടപ്പുര ഇവിടെയുള്ള ആളുകളെ അല്ലെങ്കിൽ വലിയ തെയ്യത്തിൻ്റേതായിരിക്കുന്ന ആചാര്യന്മാരൊക്കെ, കലാകാരെന്ന് പറയുന്നില്ല, ആചാര്യന്മാർ, ഇവരെയൊന്നും മുഖ്യധാരയിൽ ഇങ്ങനെ കാണാറില്ല. സത്യത്തിൽ ഇതൊക്കെ
ഇതൊക്കെ തിരുത്തപ്പെടേണ്ടത് തന്നെയല്ലേ? ഈ ഹിന്ദു എന്ന് പറയുമ്പോൾ ഈക്വാലിറ്റി ആണെങ്കിൽ, എല്ലാവർക്കും തുല്യത ഉണ്ടെങ്കിൽ, തുല്യമാണെന്ന് പറയുന്നു എങ്കിൽ, ഒരാളും പതിതനില്ല എന്ന് പറയുന്നു എങ്കിൽ, ആ ആചാര്യത്വത്തെ ആ ഒരു ഇപ്പോൾ നമ്മളെ വിനായക ചതുർത്ഥിയൊക്കെ വരുന്ന സമയത്ത് ഗണേശോത്സവം നടക്കും. ഇവിടെ പോലും ഈ ഗുരുവായൂർ തന്ത്രിയും അങ്ങനെയുള്ള ആളുകളെയൊക്കെ അല്ലാണ്ട് ഇവരെയൊന്നും കാണാറില്ല. ഇതൊക്കെ ഈ വ്യക്തികളെയോ ഒരു സമുദായത്തെ നിഷേധിക്കുന്നതിനപ്പുറം അമ്മയെ, പരാശക്തിയെ നിന്ദിക്കുന്നതിന് തുല്യമല്ലേ? പരാശക്തി ഒരു കൗളനോ ഒരു ശാക്തേയനോ അല്ലെങ്കിൽ ഇത്ര മലബാർ സമ്പ്രദായക്കാരനോ എവിടെയുണ്ടോ അവിടേക്ക് അത്ര കണ്ട് എന്താ പറയുക പുകൾപ്പറ്റ് വരുന്നു, അല്ലെങ്കിൽ അത്രയും മഹത്വമാണെന്നും 1000 വൈഷ്ണവ ബ്രാഹ്മണരെക്കാൾ തുല്യമാണെന്നൊക്കെ പല ശാക്തേയ ഗ്രന്ഥങ്ങളും വേണം. അപ്പോൾ അതിനെയൊക്കെ നിഷേധിക്കുകയല്ലേ സത്യത്തിൽ? സത്യത്തിൽ ഇതിൻ്റെ മഹത്വം ഇവിടെ നിലനിൽക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ സമ്പ്രദായത്തെ, ഇതിൻ്റെ ആചാര്യന്മാരെ കൂടി ഹൈന്ദവ സമൂഹം മുറുകെ ചേർത്ത് പിടിക്കേണ്ടതില്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ പൊതുവേദിയിൽ ഇവരൊന്നും അങ്ങ് കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. 3 ദിവസം ഒരു നാട്ടിൽ നിൽക്കാൻ പാടില്ലാത്ത സന്യാസിമാർക്ക് ഇന്ന് എന്താണ്? ഫേസ്ബുക്ക് പേജുകളാണ്. ഫേസ്ബുക്ക് പേജില്ലാത്ത എത്ര സന്യാസിമാരുണ്ടെന്ന്, എത്ര സ്വാമികളുണ്ട് ഇവിടെ? നിങ്ങൾ നിങ്ങളുടെ മാർഗം കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്നവരാണോ? ഞങ്ങളെ മാർഗം കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുന്ന, ഇവിടെ എല്ലാം ശ്രേഷ്ഠമാണ് അല്ലേ? ഇവിടെ ആരും നീചന്മാരില്ല, എല്ലാവരും തുല്യരാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇത്തരം വേദികളിൽ ഇത്തരം രഘുസ്വാമികളും പറശ്ശിനി മടപ്പുരയിലെ മഠാധിപതികളും നമ്മുടെ പോലെ സ്ഥാനികന്മാരുണ്ടാവണ്ടേ? എത്ര വേദികളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്? സന്യാസിമാരെ മാത്രം ശ്രേഷ്ഠന്മാരായിട്ട് കണ്ട് ബാക്കിയുള്ള ഇത്തരം ആചാരങ്ങൾ ചെയ്യുന്നവർ അശ്രേഷ്ഠന്മാരായിട്ട് കണ്ട്. നമ്മൾ കാര്യം നടത്തി കൊടുക്കുന്ന പോലെ, നമ്മുടെ മൂർത്തികൾ അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ എത്ര ദേവതമാർക്ക് പറ്റും ഇവരെ കൊണ്ട്? അല്ല, അത് തിരുവനന്തപുരത്തേക്ക് അങ്ങനെ സന്യാസിമാരെ കാര്യമാണുണ്ട്. അപ്പോൾ സന്യാസിമാർ അതിൽ കർമ്മം ഉപേക്ഷിച്ച് ആണ് ഇവരുടെ വേദാന്ത സന്യാസമൊക്കെ. പലരും ഇപ്പോൾ കാവ്യം എടുത്തിട്ട് പൂജ ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം എന്താ വെച്ചാൽ വയറ്റിപ്പിഴപ്പിൻ്റെ മാർഗമാക്കിക്കൊണ്ട് പോലും ആ വസ്ത്രത്തെ അവർ കാണുന്നുണ്ട്. ആ ശാക്തയോ മറ്റുള്ളതിൻ്റെ സമ്പ്രദായ വിധാനം, കൗളവിധാനം വേറെ തന്നെയാണ്. ഇതങ്ങനെയല്ലല്ലോ. ഇവർ കല്ലിടാൻ പോവുക, കല്ലിടാൻ എന്ന് പറഞ്ഞ പ്രതിഷ്ഠയാണെങ്കിലും ശരി, മൈഥുന സങ്കല്പമാണ്. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ചെയ്യാൻ അധികാരമില്ലാണ്ട് ഇവർ സമൂഹത്തിൽ ഈ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പം എടുത്ത് പറയുകയാണ്, അപ്പോൾ നമ്മളിപ്പോൾ വിശ്വ പരിഷത്തിന് പോലുള്ള സംഘടനകളൊക്കെ ഇതിനൊക്കെ മാർഗ്ഗദർശക മണ്ഡലം പോലെ ഒരു സംവിധാനമുണ്ട്. അതിൽ ദശനാമി സമ്പ്രദായ സന്യാസിമാരാണ് നേതൃത്വം കൊടുക്കുന്നത്. ആ സന്യാസിമാർ ഇപ്പോൾ തിരുമേനി ഒരു ശാക്തേയ പാരമ്പര്യക്കാരനാണ്. അത്തരത്തിൽ മാർഗ്ഗദർശക മണ്ഡലം ദശനാമി സമ്പ്രദായത്തിൽ വേദാന്ത പാരമ്പര്യമുള്ള ഈ വെജിറ്റേറിയനിസം ഫോളോ ചെയ്യുന്ന സന്യാസിമാർ എന്തെങ്കിലും ഒരു സംവിധാനം ഹിന്ദുക്കൾ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ തിരുമേനിക്ക് അംഗീകരിക്കാൻ പറ്റുമോ? കാരണം നിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിശാല ഹിന്ദു എന്താ പറയുക വിശ്വ ഹിന്ദു വ്യവസ്ഥയൊക്കെ അംഗീകരിക്കാൻ പറ്റുക? കാരണം എൻ്റെ ചോദ്യം മനസ്സിലായി വരുന്നു. കാരണം റെപ്രസെൻറ്റേഷൻ വേണ്ടേ? ആ സന്യാസി പറഞ്ഞാൽ ശാക്തേയൻ അനുസരിക്കേണ്ടതുണ്ടോ? ഇല്ല. ആ സന്യാസിനും കാട്ടി ശ്രേഷ്ഠനല്ലേ ശാക്തേയൻ? അത് ഏത് രീതിയിലായാലും. പ്രത്യേകിച്ച് പുരുഷാർത്ഥങ്ങളെ കാര്യം, ധർമാർത്ഥ കാമോഷം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ശങ്കരാചാര്യക്ക് ശേഷം ഒരു സന്യാസ വ്യവസ്ഥ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആ സന്യാസ വ്യവസ്ഥയ്ക്ക് അപ്പുറം എല്ലാ പുരുഷാർത്ഥങ്ങൾ പരിപൂർണമായി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ശാക്തേയൻ കൗളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുവരാൻ നിർദ്ദേശിക്കാനും ശാക്തേയന്മാരോളം ആർക്ക് കഴിയും? പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ശാക്തേയന്മാരുടെ മുഖവും ഇവിടുത്തെ സന്യാസിമാരുടെ മുഖവും നോക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയാൻ പാടുണ്ടോന്നല്ല, കോരങ്ങന്മാരെ പോലെയല്ലേ ചില സന്യാസിമാർ. ആ കൃത്യമായിട്ട് ആ സന്യാസി പാരമ്പര്യം തുടരുന്നവർക്ക് ചിലപ്പോൾ അതുണ്ടാവില്ല. ബാക്കിയുള്ള ആളുകളുടെ നോക്കൂ, മൊത്തത്തിലല്ല പറയുന്നത്, സത്യവും വസ്തുതക്ക് നിരക്കുന്നതുമാണ് പറയുന്നത് അല്ലേ? ഒരു ദേവീ ഉപാസകൻ്റെ, ഒരു ശാക്തേൻ്റെ എത്ര കാതം ചിലപ്പോൾ മാറിയിരിക്കേണ്ടി വരില്ല ഇവിടുത്തെ സന്യാസിമാർ. അല്ല, സന്യാസിമാർ പലപ്പോഴും കുലദൈവത്തിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സന്യാസി പിണ്ടം വെക്കുമ്പോൾ കുലത്തിന് പോലും പിണ്ടം വെക്കുന്നുണ്ട്. കുലമില്ലാത്തവനാണ് സന്യാസി, ഈ പറയുന്ന സന്യാസി കേട്ടോ. സന്യാസി ശാക്തേയത്തിലൊക്കെ സന്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സന്യാസിമാർ എങ്ങനെ കുലധർമ്മത്തെ ഉപദേശിക്കും? കുലധർമ്മം ഉപദേശിക്കാൻ അവർക്ക് അർഹതയുണ്ടോ? സന്യാസിമാർ ഒന്നും ഉപദേശിക്കരുത്. സന്യാസിമാർ തങ്ക പരിത്യാഗികളായിട്ട് ഇങ്ങനെ ലോകം കറങ്ങുക, ഇത് മാത്രമേ സത്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അവരൊക്കെ ആചരിച്ചു വന്ന അവരുടെ ധർമാചാര പ്രകാരമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുക. ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ റബണ കട്ട് ചെയ്യലും ബാക്കിയുള്ള അമ്പലത്തിലെ കല്ലിടലും ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലേക്ക് കമ്മിറ്റി സ്ഥാനത്തേക്ക് പോയിരിക്കലും ഇതൊന്നും നമുക്ക് വസ്തുതക്ക് നിരക്കാൻ പറ്റുന്നതല്ല. ബാക്കിയുള്ള ശാക്തേയന്മാരുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥാനികന്മാരുടെ കാര്യങ്ങൾ ഇവർ ഇടപെടുന്നത്, ഈ സംഘടനാ പ്രവർത്തനം ഇവർ നടത്തുന്നത് തന്നെ വസ്തുതക്ക് നിരക്കാത്തതാണ്. പിന്നെ ഒരു കാര്യമുള്ള, ഇപ്പോൾ നമ്മൾ പൂജകൾ നടത്തുമ്പോൾ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ഈ കാവും പതിയിലൊക്കെ ഒരു വലിയ വിഷയമാണ്. ജ്യോത്സ്യന്മാരൊക്കെ വന്നിട്ട് ഉത്തമത്തിലുള്ള പൂജ, മധ്യമത്തിലുള്ള പൂജ, അധമത്തിൽ പോലും പൂജ പറയും. ബലിയൊക്കെ പൂജിക്കുന്ന അധമ പൂജ എന്നൊക്കെ പറയും. ഇങ്ങനെ പൂജകളെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മളെ കുളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമിജി പറയുന്നുണ്ട്, അങ്ങനെ പറയരുത്, അതിന് സാത്വിക രാജസിക താമസികം എന്ന് പറയണം അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ഒന്ന് സൂചിപ്പിക്കാം, അദ്ദേഹം താമസികം എന്ന് പറയുന്ന പൂജ മത്സ്യമാംസാദികളുടെ പൂജയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? കാരണം ഉത്തമ മധ്യമതമാണെന്ന് പറയണ്ടെന്ന് പറഞ്ഞിട്ട് സാത്വിക രാജസിക താമസികം എന്ന് പറയാം, എന്നിട്ട് താമസികം എന്ന് പറഞ്ഞാൽ മത്സ്യമാംസമുള്ള പൂജ എന്നും പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരു വിരോധാഭാസം. അപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ ആളുടെ വിവരക്കേടാണ്. മദ്യം വെക്കുന്ന കർമ്മമല്ലല്ലോ മദ്യം. ഈശാന ഗുരുദേവ പദ്ധതിയിലാണ് കർമ്മങ്ങളെ 4 തിരിച്ചത് അല്ലേ?
അധമം ഇപ്പോൾ ഒരാൾ വരുന്നു, നമ്മൊരു സുഹൃത്ത് വരുന്നു, വാടാ ഇരിക്കടാന്ന് പറയും, ഒരു കസാര ഇട്ട് കൊടുത്ത് നമ്മൾ ഇരിക്കും, കഴിഞ്ഞ് എന്താ ഒരു വെള്ളം കൊടുക്കും. മറിച്ചൊരു മന്ത്രി വരുന്നതാണെങ്കിലോ നമ്മൾ അതിൻ്റേതായ ഒരുക്കങ്ങൾ കുറച്ച് നേരത്തെ ചെയ്തു വെക്കും, അല്ലേ? അതൊരു മുഖ്യമന്ത്രിയാണെങ്കിലോ അതിനും കാട്ടി ഒരുക്കം ചെയ്തു വെക്കും. ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ ആ നാടടക്കം ഒരുങ്ങണം. അത് ഉപചാരങ്ങളാണ്. വെറും 5 ഉപചാരം കൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് അധമം, അല്ലേ? വെറും 10 ഉപചാരം കൊണ്ട് ചെയ്യുന്ന കർമ്മം മാത്രമാണ് മധ്യമം. അല്ലാണ്ട് മദ്യം വെക്കുന്ന പൂജയല്ല മധ്യമം. വെറും 16 ഉപചാരം, ആദ്യമർഗ്യം ആചമനം മധുവർക്കസന വസ്തു യജ്ഞവി പുനരാജ് ഗന്ധം പുഷ്പം ധൂപം ജീവ കഴിഞ്ഞു നിങ്ങളുടെ ഉത്തമ കർമ്മം, അല്ലേ? ഞങ്ങളിവിടെ കൗള സമ്പ്രദായ പ്രകാരം 64 ഉപചാരങ്ങളാണ്. നിങ്ങൾ ഈ പറയുന്ന ലളിതാ സഹസ്രനാമത്തിൽ തന്നെ ഇല്ലേ ചതുഷ്ടി ഉപചാരാടിയാന്നില്ലേ, ചതുഷ്ടി കലാമയെന്നില്ലേ? ഈ 64 കോടി യോഗിനിമാരെ ആള് പരിപാലിക്കപ്പെടുന്നവളാണ് നമ്മുടെ എല്ലാം ധർമ്മദൈവമായിട്ടുള്ള കാളി താര, അല്ലേ കാളി നീലിയൊക്കെ. തിരുവേനി ഒരു കാര്യം അപ്പോൾ അങ്ങ് പറഞ്ഞത് ഇപ്പോൾ ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഉപചാരങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഭഗവതിൻ്റെ ഇടയ്ക്ക് സ്വാമിജി തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വെച്ചാൽ ഭഗവത്ഗീത അടിസ്ഥാനമായിട്ടാണ് സാത്വിക രാജസിക താമസം എന്ന് പറയുന്നത്. പക്ഷെ ഭഗവത്ഗീത പറയുന്നത് എന്താ വെച്ചാൽ ഈ നമ്മളുടെ ഫലേച്ഛയോടുകൂടി ചെയ്യപ്പെടുന്ന കർമ്മമാണ് അധമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പാൽപ്പായസം വെച്ചോ വെണ്ടയ്ക്ക സാമ്പാർ വെച്ചോ അല്ലെങ്കിൽ കോഴിയിറച്ചി വെച്ചോ എന്നുള്ളതല്ലല്ലോ കാര്യസാധ്യം. പറഞ്ഞാൽ ഈ അതിരാത്രം നടത്തിയാലും സോമയാഗം നടത്തിയാലും സ്വർഗ്ഗപ്രാപ്തിക്ക് വേണ്ടി യാഗം നടത്തുന്നെങ്കിൽ അത് താമസികമായിട്ടല്ലേ വരുള്ളൂ. അതെ, ഞാൻ ഒരു എന്താ പറയുക, എൻ്റെ ചിന്താഗതി ബാക്കിയുള്ള സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലായിട്ട് ഞാൻ ഒരു ഗണപതി ഹോമം ചെയ്തിട്ടും കാര്യമില്ല. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വേർതിരിക്കാം. പക്ഷേ ഉപചാരങ്ങളുടെ കൂട്ടത്തിലാണ് എന്ത് കർമ്മങ്ങളെ 4ആയിട്ട് തിരിച്ചത്. ഈ 64 ഉപചാരം കൊണ്ടുള്ള കർമ്മം അനുത്തമ എന്നാണ് പറയുന്നത്. അനുത്തമ എന്ന് പറഞ്ഞാൽ ലളിതാ സഹസ്രനാമത്തിൽ അനുത്തമ എന്നുണ്ട്. അനുത്തമം എന്ന് പറഞ്ഞാൽ ഉത്തമമല്ലാത്തതെന്നല്ല. അങ്ങനെയാണ് ശിവന്റെ അഘോരഭാവം എന്താ? ഘോരമല്ലാത്തതാണ്, ഘോരത്തേക്കാൾ ഘോരം. അതേപോലെ ഉത്തമത്തേക്കാൾ ഉത്തമമായിട്ടുള്ള പാഠ്യപദ്ധതിയാണിത്. ഇവിടെ 64 ഉപചാരങ്ങൾ കൊണ്ടാണ് നമ്മുടെ കേരളം അങ്ങോളങ്ങളും ശാക്തേയ കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ തറവാടുകളും വർഷത്തിൽ 1 തവണയിൽ 2 തവണ ശാക്തേയം നടത്തിയിട്ടുള്ളൂ. ഇതിന് ആധാരം ഈ 64 ഉപചാരങ്ങൾ കൂടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പൂജാ പദ്ധതികളാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഏറ്റവും താഴെയുള്ളതാണ്. നിങ്ങൾ ഈ പറയുന്ന ഉത്തമൊക്കെ പാൽപ്പായസം വെക്കുന്നതല്ല ഉത്തമം, അല്ലെ മദ്യം വെക്കുന്നതല്ല മദ്യം. ഇത് ആദ്യം തിരിച്ചറിഞ്ഞു. ഇതും നമ്മളെ കൺവേർട്ട് ചെയ്തതാണ്. ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഈ ജ്യോത്സ്യന്മാർക്ക് ഇപ്പോൾ ഭുവനേശ്വരി സമ്പ്രദായമൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ജ്യോത്സ്യന്മാർ ഈ ഉത്തമത്തിലുള്ള ഭഗവതി മധ്യമത്തിലുള്ള ഭഗവതി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചില നോട്ടീസുകളിൽ കാണാം, മധ്യമ സമ്പ്രദായത്തിൽ ഗുരുതി, ഉത്തമ സമ്പ്രദായത്തിൽ ഗുരുതി. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇല്ല, അങ്ങനത്തെ ഒരു പാരമ്പര്യമില്ല. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തിരസ്കരിക്കുന്നു? മധ്യമം എന്ന് പറയുന്ന സമയത്ത് ഈ വീരാരാധന എന്ന സങ്കല്പത്തിൽ മധ്യമം എടുത്താൽ തന്നെ അത് ശരിക്കും മധ്യമം എന്നോട് തിരിച്ചരിപ്പിക്കുന്ന വീരഭാവം വീരസാധന എന്ന് പറഞ്ഞാൽ പോരെ. ഇതുപോലെ തന്നെ അധമമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ തെറ്റായ രീതിയിൽ ചെയ്യുന്നതിനും അധമം എന്നുള്ള പരാമർശങ്ങളുണ്ട്. പക്ഷെ ഇന്നുള്ള വിഷയം അതല്ല, പരിപൂർണമായ ശാക്തേയ കൗള പദ്ധതികളെയാണ് ഈ അധമം വേണ്ട ചിത്രീകരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ആളുകൾക്ക് ഈ ഉത്തമത്തിനോട് താല്പര്യം. എന്താണ് ഈ സാത്വികമായിട്ടുള്ള ഈ പശുവാചാരം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പശു എന്ന് പറഞ്ഞാൽ പല ആളുകൾ ഇപ്പോഴും ഹിന്ദുക്കളുടെ വിചാരം പശു എന്ന് പറഞ്ഞാൽ ഗോവിനെ പറയുന്നതാണ്. കാരണം ഈ പശു എന്ന വാക്ക് കുറ്റാണോ? അല്ല, അങ്ങനെ ചിന്തിക്കുന്നത് വടി കൊണ്ടാല് ഓടിപ്പോവുകയും ചെയ്യും, പുല്ല് കണ്ടാൽ ഓടി വരികയും ചെയ്യും. അത് ഉദ്ദേശിക്കുന്നില്ലേ, അല്ലേ? അത്തരം ഭാവചിന്താഗതികളില്ല, മാനസിക ബലമില്ലാത്ത ആളുകൾ ഇത്തരം സമ്പ്രദായങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലരുത്. ബാക്കിയുള്ള സമ്പ്രദായങ്ങളിലൊക്കെ എന്തെല്ലാം പാടില്ല, അതൊക്കെ ഒരു കൗളികന് സ്വീകാര്യമാണ്. ഞങ്ങൾ ഇങ്ങനെയാണ്, സാക്ഷാൽ പരമേശ്വരൻ ഇങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾക്ക് അവരുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടില്ലേ? ഇതിനൊക്കെ ഒരു ഭാഗത്തേക്ക് അടിച്ച് ഒതുക്കി കൂട്ടിയിട്ട് ബാക്കിയുള്ള ഏറ്റവും താഴെയിലുള്ളതിനെ 99% ആക്കാൻ നോക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാം? ഈ 99% ഒന്നും ഇല്ലാണ്ടായിട്ട് മാറും. അത് ഇനിയെങ്കിലും മനസ്സിലാക്കൂ. ഇവിടുത്തെ കുലാചാരങ്ങളിലേക്ക് ഹിന്ദു സംഘടനകൾ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യൂ. അവിടുത്തെ കുലാചാര മടവധികൾ തിരിച്ചു കൊണ്ടുവരും. അവിടുത്തെ ആചാരങ്ങൾ കൊണ്ടുവരും. ശാക്തേയന്മാരെ, കൗളികന്മാരെ, മലബാരത്തെ സമ്പ്രദായങ്ങൾ ചെയ്യുന്നവരെ നിങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ നമ്പൂതിരി ബ്രാഹ്മണന്മാരെയും സന്യാസിമാരെയും മാത്രം പിറകെ പോലെ അവർ വളരെ ചുരുക്കമാണ് കേരളത്തിൽ. ഇനിയെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അതൊരു ചണ്ടാള ബാബ പറഞ്ഞാൽ മാത്രം, ചണ്ടാള ബാബ ജിഹാദി, ബാക്കിയുള്ള ഇത് എല്ലാം ഞങ്ങളെപ്പോലെ ഇതെല്ലാവരും അനുഭവമാണ്. ഞാൻ നിങ്ങൾ ഇതാക്കിയിട്ട് പറഞ്ഞല്ല, ഇത് ഇവിടുത്തെ അംഗീകരിക്കപ്പെടുന്നില്ല. ഇവിടുത്തെ ശാക്തേയന്മാരും ഇവിടുത്തെ യഥാർത്ഥ ഉപാസകന്മാരും ഇവിടുത്തെ മലബാര കർമ്മം ചെയ്യുന്നവരൊക്കെ അശ്രേഷ്ഠന്മാരും ഇവിടുത്തെ നമ്പൂതിരിമാരും ഇത് പാടില്ല എന്ന് പറയുന്ന ആർജിതന്മാരും കേമന്മാരുമാണ്. അല്ല, അത് ആ മാറ്റം ഇല്ലാണ്ട് ഹൈന്ദവ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെയാണ് ഇതിനെ ഈ തറവാട്ടുകാർ പോലും ഇതിനെക്കുറിച്ച് തിരിച്ചറിയില്ല. അവരൊക്കെ ഇതിനെ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ സ്വയം താഴുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഉയർത്താൻ വേണ്ടി അവർ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അങ്ങേപ്പോലുള്ള ആചാര്യന്മാരും മറ്റുള്ളവരെയൊക്കെ സമീപിച്ചുകൊണ്ട് പഠിക്കണം. അതുപോലെ തന്നെ ഇതിനൊക്കെ മറ്റു മഠങ്ങളും ആശ്രമങ്ങളും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനൊക്കെ പ്രചരിപ്പിക്കാൻ പരമാവധി നമുക്ക് തോന്നുന്നു. സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പണ്ടത്തെ പോലെ കൂടിയല്ല, ഒരു സജീവമാണ്. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ആചാര്യന്മാരുടെയൊക്കെ
ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആവണം. കാരണം സംഘടനകളുടെ സഹായമൊന്നും ഉണ്ടായി വരും തോന്നുന്നു. ശാക്തേയന്മാരുടെ ഒരു പോരായ്മയും ശാക്തേയന്മാർ സംഘടിക്കുന്ന കാര്യത്തിൽ വളരെ പുറകോട്ടാണ്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കർണാടക ആവട്ടെ അല്ലെങ്കിൽ തമിഴ്നാട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ വന്നൊരു സിനിമയാണ് കറുപ്പ് കണ്ടൊരു പടം വന്നിട്ടുണ്ട് സൂര്യൻ്റെ. ഇതുപോലെ കാന്താര. ഇതിലൊക്കെ എന്താ വെച്ചാൽ അവിടുത്തെ തദ്ദേശീയ ദൈവസങ്കല്പന ശാക്തേയത്തെ ഉയർത്തി കാണിക്കുന്ന സംവിധാനം ആളുകൾ ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാവുന്നില്ല. ഉണ്ടായതിന് ഇപ്പോൾ ഡിസംബർ 4 നമ്മളൊന്നും അട്ടഹസിച്ച സമയത്ത് കേരളം അതിനെ പരമാവധി ഹിന്ദുത്വം പറയുന്ന ആളുകൾ തന്നെ പരമാവധി ആക്ഷേപിക്കരുത്. പക്ഷേ അനുഭൂതിയെ പോലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ ആക്ഷേപിക്കുന്ന ആളുകളാണ് കറുപ്പ് കണ്ടിട്ടും കാന്താര കണ്ടും കൈയടിക്കുന്നത്. ഇത് നമ്മുടെ കോമര സമ്പ്രദായം. ഇപ്പോൾ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റ ആയാലും ശരി, ഈ പറഞ്ഞ ഫേസ്ബുക്ക് ആയാലും ഇത്തരം മാധ്യമങ്ങളിലൂടെ ഈ ആചാരങ്ങളെ ആക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ ഇത് തെറ്റായ ധാരണ ഉണ്ടാക്കുന്നുകൊണ്ട് ആക്ഷേപിക്കപ്പെടുന്നത് ഈ കോമരങ്ങളെയും ഇത്തരത്തിൽ നാടൻ ദേവതാ സമ്പ്രദായങ്ങൾ പറയുന്നത്. ഇത് സത്യത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റില്ല. കാരണം ഭരണഘടന ഒരാൾ ഇങ്ങനെ വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. വിശ്വാസത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്നുവെങ്കിൽ ശരി, ഒരാൾ സ്വയമേവ ഞാൻ ദൈവമാണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, അയാൾക്ക് അതിൽ അനുഭൂതി ഉണ്ടാകുന്നുവെങ്കിൽ അത് വേണ്ട എന്ന് പറയാം. പ്രത്യേകിച്ച് കോമര സങ്കല്പത്തിനാണ് നമ്മൾ ഈ സംസാരം തുടങ്ങിയത്, ഈ ഒരു സംഭാഷണം തുടങ്ങിയത്. കോമര എന്ന് പറഞ്ഞാൽ സ്വയമേവ ദേവതയെ ആർജിക്കുന്നതാണ്. കാരണം ഒരു ശാന്തിക്കാരൻ പൂജിക്കുമ്പോൾ അയാൾ സ്വതവേ ഞാനതാണെന്ന് സങ്കല്പിക്കുമ്പോൾ അതാണെന്ന് അനുഭവിക്കുന്ന അവസ്ഥയാണ് കോമരം. അപ്പോൾ അതിലൂടെ ദേവത ഒന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അത് ഇപ്പോൾ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമമൊക്കെ വരുമ്പോൾ ഈ കോമരങ്ങളും ഒക്കെ എന്താ വെച്ചാൽ വലിയ മോശമായിട്ടും നിഷേധിക്കപ്പെടേണ്ട, ഇല്ലാണ്ടാക്കേണ്ട ആചാരമായിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കോമര സമ്പ്രദായത്തെ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ ആക്ഷേപിക്കുന്നതിരെ ഇവിടുത്തെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന സർക്കാരായാലും ശരി, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരായാലും ശരി, ഇതിനൊക്കെതിരെ ശക്തമായിട്ട് അത് ഭരണഘടനയുടെ വിശ്വാസങ്ങൾക്ക് നല്ല കടന്നുകയറ്റമായിട്ട് നടപടി എടുക്കണ്ടേ? കാരണം ഇല്ലെങ്കിൽ ഈ സംസ്കാരത്തെ ആക്ഷേപിക്കുമ്പോൾ അപകർഷണമായിട്ട് ഇല്ലാതായി പോയില്ലേ? അത് ഭാരതത്തിന്റെ ഈ വൈവിധ്യങ്ങളുടെ ഒരു ഭാഗം തന്നെ ഇല്ലാണ്ടാക്കുന്നതിന് തുല്യമല്ലേ? ആളുകൾ അനുഭൂതിയിൽ നിന്നും ഈ ലഹരിക്ക് അടിമപ്പെടില്ലേ? ഈ അനുഭൂതി എന്തായാലും ആർക്കും ദേഹത്തിന് ദോഷം വരുത്തുന്നില്ല. പക്ഷെ മറിച്ച് മറ്റത് സിന്തറ്റിക് ഡ്രഗ്സും മറ്റുള്ളതൊക്കെ വരുമ്പോൾ അത് വലിയ പ്രശ്നമല്ലേ? അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു അനുഭൂതിയുടെ, അല്ലെങ്കിൽ ഇപ്പോൾ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അതിനൊരു റിലാക്സേഷൻ കൂടിയാണ് ഈ കോമരം തുള്ളുമ്പോൾ. പലപ്പോഴും പല സ്ത്രീകൾക്കൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അതിനെയൊക്കെ ഇല്ലാണ്ടാക്കുന്ന നിരന്തരം അങ്ങ് കണ്ടിട്ടുണ്ടായിരിക്കും ആക്ഷേപിക്കുന്ന വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഈ പറയുന്ന കോമരം തുള്ളു അല്ലെങ്കിൽ കറുപ്പസ്വാമി, ചാത്തൻ, ഇതൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോരായ്മയുള്ളതൊക്കെ ഉണ്ടായിരിക്കാം. അതിനപ്പുറം ഇതിനെ നിരന്തരം ഈ ധർമ്മം മോശമാണ്, എന്തോ മറ്റുള്ളവരുടെ ശൈലി മാത്രമാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത്, അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഇവർ ഈ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത്, ഇപ്പോൾ ഇവർ ഈ ശ്രീഭൂത ബലി ചെയ്യുന്നത്, ഇവർ ആറാട്ടം നടത്തുന്നതൊക്കെ ബാക്കി എല്ലാവർക്കും നല്ല ശ്രേഷ്ഠ. അപ്പോൾ നിങ്ങളുടെ ദൈവം കൊല്ലത്തിലൊരിക്കലാണ് കുളിക്കൽ അല്ലേ? കൊല്ലത്തിലൊരിക്കലല്ലേ ആറാട്ടം നടത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ മൂർത്തികളൊക്കെ ഞങ്ങളെ നിത്യം കുളിപ്പിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ആർക്കാ ശുദ്ധി അശുദ്ധി? അപ്പോൾ അതൊക്കെ ശ്രേഷ്ഠവും. ഇവിടെ പലതിനെയും ഹനിക്കേണ്ട വ്യത്യാസം ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ ഇനിയെങ്കിലും മാറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ ഇനി ഹിന്ദുക്കൾ ഉണ്ടാവില്ല. അത്ര ഇവിടെ പറയാനുള്ളൂ. ഇവിടുത്തെ പതികളും ആചാരങ്ങളും. ആ ചോദ്യം ഒന്നും കൂടി പറയൂ. അല്ല, ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ കോമരങ്ങളെയും ഇതുപോലത്തുള്ള ഈ ഉറഞ്ഞു തുള്ളിയിട്ടുള്ള കാര്യങ്ങൾ, ഒരു അനുഭൂതി കൊണ്ട് അവർ അട്ടഹസിക്കൽ, ഇതിനെയൊക്കെ അവർ സ്വയം അനുഭൂതി അനുഭവിക്കുക. അത് കാശിന് വേണ്ടി വിൽക്കുന്നില്ല. അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഇതല്ലാണ്ട് കാശിന് വിൽക്കാന്ന് പറയുമ്പോൾ ചിന്തിക്കണം, പൗരോഹിത്യം ഏത് മതത്തിലാണ് ദക്ഷിണ വാങ്ങാത്ത, ഫീസ് വാങ്ങാത്ത? അപ്പോൾ ഇത്തരം സാധുക്കൾ ഏതെങ്കിലും തരത്തിൽ കാര്യങ്ങൾ നടത്തി പോകുമ്പോൾ അതിനെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലേക്ക് നിരന്തരം സാമൂഹ്യ മാധ്യമത്തിലൂടെ ആക്ഷേപിക്കപ്പെടുമ്പോൾ അതിനെതിരെ സർക്കാരുകൾ ഭരണഘടനാപരമായിട്ടുള്ള മതസ്വാതന്ത്ര്യത്തിൻ്റെ മേലെ കടന്നുകയറ്റമായി എടുത്തുകൊണ്ടും ഭാരതത്തിൻ്റെ സംസ്കൃതി ആക്ഷേപിക്കുന്ന തുല്യം കണ്ടുകൊണ്ടും സാധാരണക്കാരുടെ കൾച്ചർ ഇവിടെ ഇപ്പോൾ പിന്നൊക്കെ നിൽക്കുന്ന സമുദായങ്ങൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരം അതിനെയൊക്കെ ആക്ഷേപിക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ അതിനെതിരെയൊക്കെ സർക്കാർ കണ്ണു തുറക്കേണ്ടതില്ലേ? കൂടാതെ അങ്ങേപ്പോൾ ആചാര്യന്മാരുടെ അഭിപ്രായം കൂടി. കാരണം ഇതിനെ ആക്ഷേപിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്? ഇപ്പോൾ കേരളത്തിൽ പുതിയ സർക്കാർ വന്നു. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഇത്തരം സന്യാസിമാരും അല്ലെങ്കിൽ ഇവിടുത്തെ ബ്രാഹ്മണിക്ക് തന്ത്രിമാരും മാത്രമല്ല, അല്ലെ നമ്പൂതിരി തന്ത്രിമാരും മാത്രമല്ല, കുലാചാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന 99% വരുന്ന കുലാചാരങ്ങളും പതികളും ധർമ്മദൈവസ്ഥാനങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരുപാട് കാവുകളും ധർമ്മദൈവ സ്ഥാനങ്ങളും അവരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ. ഇവിടുത്തെ ഹിന്ദുക്കൾ സനാതനികൾ എന്ന് പറഞ്ഞത് അതാണ്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇനി പുതിയ ഗവൺമെൻറ് അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലത്. ബാക്കിയുള്ള ഹിന്ദു സംഘടനകളെ കൊണ്ട് ഇവിടെ ഞങ്ങൾക്കൊന്നും ഇത് കിട്ടുന്നു, ഞങ്ങൾക്കല്ല നമ്മളെപ്പോലുള്ളവർക്ക് എല്ലാം ഇത്തരം പതിസ്ഥാനങ്ങളിൽ ഇതൊക്കെ എത്തുമെന്ന് ഒരു ഉറപ്പോ ഒരു വിശ്വാസമില്ല. രണ്ടാമത് കോമരത്തിനെയൊക്കെ ആക്ഷേപിക്കുന്നതിൽ 99% ഇവിടുത്തെ ഹിന്ദുക്കളല്ലേ. എന്തുകൊണ്ട് ഇവർക്ക് ഈ ക്ലാസ് ഇതാര് കൊടുക്കുന്നു? എവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു? ഇവരെന്തുകൊണ്ട് ഇത്തരം കോമരങ്ങളെ തിരസ്കരിക്കുന്നു? ഒരു കോമരം എന്ന് പറഞ്ഞാൽ ഏറെ പാടും പ്രയാസപ്പെട്ട് അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആ കുണ്ടലിനി ശക്തി ആഞ്ഞടിക്കുകയാണ്. അവൻ ആ സമയത്ത് അനുഭവിക്കുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇവർക്ക് പറഞ്ഞാൽ തിരിയോ? ആ ശരീരത്തിൻ്റെ ചൂട് താപനില എത്ര ഡിഗ്രി വരും ആ സമയങ്ങളിൽ? അവിടെ ഒരു ദേവതൻ്റെ ആവേശം കൂടി ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു?
ഇത് ശാസ്ത്രത്തിൻ്റെ അപ്പുറം തെളിയിക്കപ്പെട്ടതാ. ഇപ്പോൾ കൊടുങ്ങല്ലൂരൊക്കെ ഭരണിക്ക് അശ്വതി കാവ് തീണ്ടല്ലെന്ന് വന്ന് വെട്ടിയ കോമരം പിന്നെ 7-ാം നാൾ ഭരണിക്ക് നട അടച്ച് 7-ാം നാൾ തുറക്കുന്ന ദിവസം അവൻ്റെ തലയിലുള്ള മുറിപ്പാട് പോലും ഇല്ല, ഒരു മഞ്ഞൾ പൊടിയിൽ ഒതുക്കും തമ്പുരാട്ടി. ഇതൊക്കെ നിങ്ങൾ ഏത് ശാസ്ത്രലോകം കൊണ്ട് തെളിയിക്കും? ഇപ്പോൾ കൊട്ടിയൂർ ഉത്സവമായി, കൊട്ടിയൂർ പോയാൽ കുളത്തിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്ന കല്ല് തയ്ച്ചാൽ ചന്ദനവും ഭസ്മവും കുങ്കുമവും കിട്ടുന്നു. ഇത് ഏത് ശാസ്ത്രലോകം കൊണ്ട് തെളിയിക്കും? കൊട്ടിയൂരപ്പൻ്റെ അടുപ്പിൽ വിറക് കത്തിച്ചു കഴിഞ്ഞാൽ ആ വിറകിൻ്റെ ചാരം തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൽ അടുപ്പിലാണ് പൊന്തുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഏത് യുക്തിയുക്തമായുള്ള കാര്യങ്ങൾ ഏത് പ്രമാണം കൊണ്ടല്ല, ഏത് അവസ്ഥ കൊണ്ടല്ല, ഏത് ശാസ്ത്രലോകം കൊണ്ട് നിങ്ങൾ തെളിയിക്കും? സത്യം ഇതിൻ്റെയൊക്കെ അപ്പുറമാണ്. ഇത്തരം സത്യാരാധന സങ്കേതങ്ങൾ നിലനിർത്തപ്പെടേണ്ടതും ഇത്തരം കോമരങ്ങൾ വാസ്തവം ഉള്ളതുമാണ്. ഒരു കോമരം അശ്രേഷ്ഠന്മാരൊന്നുമില്ല, കൃത്യമായിട്ട് കോമരത്തുള്ളത് നിങ്ങളുടെയൊക്കെ എത്ര 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് ജീവിച്ചിട്ട് കിട്ടുന്നതിൽ അപൂർവത്തിലും അപൂർവ ജന്മമാണ് മനുഷ്യജന്മം. ഇതിലൊരു ഭഗവതീൻ്റെ കോമരങ്ങളാണ്. അത് നിങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല, നിങ്ങളുടെ ശരീരത്തിൽ ഈ സാന്നിധ്യകല ആവേശിക്കാന്ന് പറയും. ഇതിലും വലിയ പുണ്യാത്മാക്കളൊന്നും വേറെ ഇല്ല കോമരങ്ങളെ. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടാതിരിക്കും. നിങ്ങളുടെ സാന്നിധ്യമുള്ള ശരീരങ്ങളാണ്. നിങ്ങൾക്ക് അമ്മ പരാശക്തി വിളിച്ചാൽ വെളിപ്പുറത്താണ്. കൊടുങ്ങല്ലൂർ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളുണ്ട്, ഞങ്ങളെപ്പോലെ ശാക്തി ആചാര്യന്മാരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യല്ലേ, ഞങ്ങളെ പിന്തുടരും. എന്ത് വിഷമ ഘട്ടങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റും നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ. അതേപോലത്തെ അത് കൂടാണ്ട് ഇവിടുത്തെ കോമരങ്ങൾ കൂടാണ്ട് ഇവിടുത്തെ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർ അവരൊറ്റപ്പെടുകയാണ് അല്ലേ? എത്ര ആളെ സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക്? അതിപ്പോ എന്തായാലും മറ്റേ മുണ്ടും ഇതും മാറ്റി കോട്ടിട്ടപ്പൻ്റെ മാറ്റം വന്നോ? ഒരു മാറ്റവും വന്നില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരിവിടെ അംഗീകരിക്കപ്പെടുത്തുന്നില്ല. പിന്നെയും 4-5 വേദികളിൽ നിങ്ങളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലേ? അല്ല, അതെന്താ വെച്ചാൽ അതാ ഞാൻ അങ്ങയോട് അവസാനമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഈ ശാക്തേയ കൗള മലബാരം സത്യത്തിൽ ഈ ഒരു വിങ് ഈ കേരളത്തെ സംബന്ധിച്ചിട്ട്, ഇത് ഇന്ത്യയെ സംബന്ധിച്ചിട്ടല്ല, ഇപ്പോൾ കേരളത്തിന് നമുക്ക് എടുക്കാം. കേരളത്തിലെ ശാക്തേയ മലബാര കൗള സമ്പ്രദായം പിൻപറ്റുന്ന തറവാട്ടുകാരൊക്കെ ഒന്നിച്ച് ചേർന്ന്, അതിൻ്റെ സാധകർ ഒന്ന് ചേർന്ന് ഒരു സംഘടനയൊന്നും വേണ്ട, ഒന്നിച്ച് ചേരാൻ ഒന്നിച്ച് അണിനിരക്കാൻ തയ്യാറായാൽ തീരുന്നതേ ഉള്ളൂ ഇവിടുത്തെ ഈ അധിനിവേശങ്ങളെല്ലാം. മനസ്സിലാക്കണം, അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇറങ്ങുന്നതാണ്. ഓരോ ജില്ലകളെ കേന്ദ്രീകരിച്ചിട്ട് ഇറങ്ങുന്നതാണ്. നമ്മൾ ആൾക്കാരെ കൂട്ടിയാൽ നമ്മളെ കൂടി ആളുകൾ നിൽക്കും. കാരണം ആളുകളുടെ അനുഭവവും ആളുകൾ ആചരിച്ചു വന്നതും അത് തന്നെയാണ്. സംഘേശക്തി കളയുക എന്ന് പറഞ്ഞ നേരത്തെ ഈ കാലത്ത് ഈ സംഘടനാ ശക്തികളുടെ പ്രാധാന്യം പേരിലൊരു സംഘടന ഉണ്ടാക്കുക എന്നുള്ളതല്ല, ദേവതയുടെ കാര്യത്തിൽ സ്വന്തം സമ്പ്രദായത്തിൻ്റെ പേരിൽ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു പറയുമ്പോൾ അത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ പോലെ സ്വന്തം ബന്ധങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ സമ്പ്രദായം ഉണ്ടെങ്കിലേ ഈ നാടുള്ളൂ. വൈഷ്ണവപുരാണത്തിൽ മഹാമതൻ വരുന്ന നേരത്ത് നേരിടുന്നത് വൈഷ്ണവ പൂജ കൊണ്ടല്ല, കാളിദാസൻ എന്ന് പറയുന്ന ശാക്തേയനെ കൊണ്ട് കൗളനെ കൊണ്ടാണ് നേരിട്ടുള്ളത്, മഹാമതനെ നേരിട്ടുള്ളത്. അപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ശരി, ഈ ഭൂമിയിൽ നമുക്ക് അഭിമാനത്തോടെ, ഭാരതഭൂമിയിൽ ലോകത്ത് തന്നെ നമുക്ക് അഭിമാനത്തോടെ നിൽക്കണമെങ്കിൽ അവിടെ ശക്തി ആരാധന നിലനിന്നേ പറ്റുള്ളൂ. ശക്തി ആരാധന നിലനിൽക്കണമെങ്കിൽ ശക്തി പാരമ്പര്യമുള്ള മലബാര ശക്ത കൗള പാരമ്പര്യമുള്ള ഓരോ തറവാട്ടോരോ കുരുന്നുപോലും ഇനി വരുന്ന നാളോട്ട് ശബരിമല പ്രക്ഷോഭം ഉണ്ടായതുപോലെ ഈ ദേവതയോ ഈ ആരാധനയോ കടന്നു കയറുന്നുവെങ്കിൽ, ഇതിനെ ആക്ഷേപിക്കപ്പെടുന്നുവെങ്കിൽ, അവൻ കഴിക്കുന്ന ഭക്ഷണത്തെ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ, ഇവർ സംഘടിച്ച് നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഞങ്ങൾ ഈ മണ്ണിൻ്റെ മക്കളാണ്, ഞങ്ങൾ ഭാരതാംബയുടെ മക്കളാണ്, ഞങ്ങൾ പരാശക്തിയുടെ മക്കളാണ്, ഞങ്ങളുണ്ടെങ്കിൽ നിങ്ങളും ഉണ്ടായാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് തല വെച്ച് കൊടുക്കാവുന്ന രീതിയിലേക്ക് ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകേണ്ട. അതിന് നമ്മളിപ്പോൾ ആചാര്യന്മാർ ഈ വിഷയങ്ങൾ പറഞ്ഞതിനൊപ്പം തന്നെ പ്രേക്ഷകരായ ഈ ശാക്തേയ കൗള മലബാര വിശ്വാസികൾ ഒപ്പം ഈ സമ്പ്രദായങ്ങൾ മോശമാണെന്ന് ഇനിയെങ്കിലും ധരിക്കുന്നവരുണ്ടെങ്കിൽ അവർ കൂടി തിരുത്തപ്പെട്ടുകൊണ്ട് ഈ ഹിന്ദു ഐക്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഐക്യവും സമാധാനവും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇതിൻ്റെ കൾച്ചർ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇവരൊക്കെ സത്യത്തെ മനസ്സിലായിക്കൊണ്ട് വിശാലതയിലേക്ക് വരണ്ടേ? അതല്ലേ ആവശ്യം? അത് ഇനിയെങ്കിലും അവർ വരുമെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അവർ കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്നതാണെങ്കിൽ ഇത്തരം ആചാര്യന്മാരും ഇത്തരം കാലയളവിലുള്ള ഇത്തരം സംഗീതങ്ങളും ആരാധനകളും ഇനിയെങ്കിലും അവർ തിരിച്ച് കൊണ്ടുവരാൻ പ്രയത്നിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അത്രേ പറഞ്ഞോളൂ. നിങ്ങൾ കുറേയായി ഇതിപ്പം പറയുന്നു അല്ലേ? പല കാലഘട്ടങ്ങളിൽ നിങ്ങൾ പല കാര്യങ്ങളും പറയാം, അതൊന്നും ഇന്നും വേണ്ടും വിധത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. എത്ര ആളുകൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നു? ഏത് ഹിന്ദു സംഘടനകൾ അല്ലേ? ഒരു പരിധി വരെ മാത്രം അവർ കണ്ട് അത് മറ്റേതാണെന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് തച്ചൊതുക്കുക അല്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങളത് ചോദിച്ചു, ഇതിൻ്റെ ആദ്യം ആശംസകളോ കാര്യങ്ങളോ എന്തെങ്കിലും. അപ്പോൾ ഒരു ഹിന്ദു ഹിന്ദു സംഘടന നേതൃത്വത്തിലുള്ള ഒരു സ്ത്രീ അല്ലേ
പേര് നമ്മൾ എടുത്ത് പറയണ്ട. ഒരു ആശംസ ഇത് അറിയിക്കാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് അല്ലേ? അത് നമുക്ക് അത് മലബാര സമ്പ്രദായം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കൺവെർഷൻ, ക്രൈസ്തവ കൺവെർഷൻ നടക്കുന്നത് ഇന്ത്യയിൽ മൊത്തത്തിൽ ക്രൈസ്തവ കൺവെർഷൻ നടക്കുന്നത്. ആ കൺവെർഷൻ കാരണം വെച്ചാൽ ഇപ്പോൾ ട്രൈബ് ദളിത് വിഭാഗങ്ങളിൽ നിന്നാണ്. അത്തരം ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവരുടെ സംസ്കാരത്തെ അവർക്ക് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ക്ലാസ്സിന് അതിൻ്റെ മലബാര സമ്പ്രദായം, ഈ മലബാര സമ്പ്രദായത്തിന് ഒരു ആശംസ പറയൂ എന്നുള്ളത് ഹൈന്ദവ സംഘടന നേതാവിനോട്, വനിതയായ നേതാവിനോട് പറയുമ്പോൾ അവർ മെസ്സേജ് അയക്കും, വാട്സപ്പിൽ സന്ദേശം അയച്ചാണ് കാട്ടാളന്മാർ മനുഷ്യരാകട്ടെ എന്നുള്ളത്. ഇവരെ നന്നാക്കിയാൽ നന്നാവോ? ഒരിക്കലും നന്നാവും. ഒരു മലബാര ക്ലാസിൻ്റെ പദ്ധതി പ്രചരിപ്പിക്കാൻ ഒരു ആശംസ അറിയിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഹിന്ദു സംഘടനയിലെ നേതാവ്, ഒരു സ്ത്രീ പറയാണ് കാട്ടാളന്മാർ മനുഷ്യരാകട്ടെ. അപ്പോൾ ബാക്കിയുള്ളവർ കാട്ടാളന്മാർ, ഇവളോ? അപ്പോൾ ഇവിടെയാണ് ഇതിലാണ് ഞാൻ പറഞ്ഞത് ഈ തിരിച്ചറിവ്. സത്യത്തിൽ ഈ ശാക്തേയ കൗള മലബാർ, ഞാൻ വ്യത്യസ്തമായിട്ട് പറഞ്ഞു വെച്ചാൽ ഒന്നിച്ച് പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല, ഒക്കെ ശാക്തേയം തന്നെയാണ്. ഈ സമ്പ്രദായക്കാർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭിന്നിപ്പല്ല, ഈ ഇത്തരത്തിൽ തെറ്റിദ്ധരിച്ച ആളുകളെ കൂടി. പിന്നെ ഇത് മാത്രമല്ല, ഈ പറയുന്ന ഇതേ നേതാവ് ടി വിയിൽ ഇരുന്ന് കൊണ്ടേ രഹസ്യമായിട്ട് ശാക്തേയം ചെയ്യുന്ന ആൾക്കാരെ പോലീസിന് പിടിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡ്, അതുകൊണ്ടാണ് ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ നമ്മളൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ വെച്ചാൽ കേൾക്കാത്തതിന് കാരണം ഒരാളോ അല്ലെങ്കിൽ നമ്മൾ രണ്ടാളോ മൂന്നാളോ അതിനപ്പുറമാണ് സംഘടിത ബലം കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയത്തിലാണ് കേൾക്കാതിരിക്കുന്നത്. നമ്മളൊക്കെ നടത്തിക്കൊടുത്ത കാര്യങ്ങളും നമ്മളൊക്കെ തെളിയിച്ച അനുഭവങ്ങളും വേറൊരു സമുദായത്തിൽ നിന്നാണ് സ്വന്തമായിട്ട് ഫ്ലാറ്റും ഇന്നോവ കാറും പലതൊന്നും സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടാവും. ഇവരൊക്കെ ഒരിക്കലും അംഗീകരിക്കില്ല. ഇവരൊക്കെ അംഗീകരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ശാക്തേയന്മാർ ജീവിക്കുകയും ചെയ്യണ്ട. അത്രയും വരെയുള്ളൂ. ശാക്തേയന്മാർ വീരന്മാരാണ്. എന്ത് കുന്തം വന്നാലും നമ്മളോട് നമ്മൾ തമ്പുരാട്ടി ഉണ്ടാന്ന് പറഞ്ഞ് നിന്നാൽ മതി. ഒരുത്തനെയും നമ്മൾ ആശ്രയിക്കണ്ട. ഒരു ഹിന്ദു സംഘടനകളോ ഒരു ആചാര്യന്മാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സന്യാസിമാരോ ഇവിടുത്തെ ഒരു ശാക്തേയന് ഒരിക്കലും പ്രൊട്ടക്ഷൻ തരില്ല. അവർ അടിച്ച് താത്താനെ ശ്രമിക്കൂ. 99% ഇത്തരം ആചാരങ്ങളിൽ ആരാധന കൈകാര്യം ചെയ്യുന്ന അവർ അടിച്ച് താത്താനും കുറ്റം പറയാനും ഇവരൊക്കെ ശ്രമിക്കൂ. അതിൻ്റെ അകത്തുനിന്ന് അവർ മാറ്റി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഹിന്ദുവിന് നിലനിൽപ്പുള്ളൂ. ഇത് തന്നെയാണ് വെച്ചാൽ അവർ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ പ്രേക്ഷകരും കരുതുന്നത് എന്താ വെച്ചാൽ നമ്മളെന്തോ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുന്ന കാര്യമാണ്. അസത്തിൽ ഭിന്നിപ്പല്ല, അങ്ങും പണം ഞങ്ങളൊക്കെ RSSകാർ തന്നെയാണ്. അപ്പോൾ ഹിന്ദുക്കൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ആത്യന്തികമായിട്ട് ഈ പറയപ്പെടുന്ന വ്യവസ്ഥകളെ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും അതുപോലെ വ്യത്യസ്ത രാഷ്ട്രീയ നേതാവ്, അപ്പോൾ അടുത്തിപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാവൊക്കെ ജയരാജനൊക്കെ ഓൾറെഡി കൊടുങ്ങല്ലൂർ ക്ഷേത്രം സന്ദർശിച്ചു. കുറ്റം പറഞ്ഞു ആവട്ടെ. അപ്പോൾ എന്താ വെച്ചാൽ അവരൊക്കെ പുനർവിചിന്തനം നടത്തട്ടെ. അവരിപ്പോൾ ഹിന്ദുത്വ അല്ലെങ്കിൽ ഇവർക്ക് എന്ത് പറ്റി? അല്ല കേറട്ടെ, ജയരാജനും അമ്മയുടെ മകനാണ്, ജയരാജനും അമ്മയുടെ മകനാണ്. അപ്പോൾ അതിന് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് പകരം ഇവരൊക്കെ നമ്മളതിനെ കണ്ടത് അവിടെ വെച്ചാൽ കൊടുങ്ങല്ലൂർ വരുമ്പോൾ അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ വൈവിധ്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് ഇതിനോടൊക്കെ സാമരസ്യപ്പെട്ടുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഹൈന്ദവ സമൂഹങ്ങൾക്കും ഹൈന്ദവ സംഘടനകൾക്കും അതുപോലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കും ആവട്ടെ, പക്ഷേ ഇപ്പോൾ കേരളം ഭരണം ഏറ്റെടുക്കുന്ന VDSനെ പോലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വൈവിധ്യങ്ങൾ നിർത്തിക്കൊണ്ട് ഇതിനെയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ഇതുണ്ടാവട്ടെ എന്ന് അവസാനമായിട്ട് നമുക്ക് ഒരുമിച്ച് പരാശക്തിയോട് തന്നെ പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ അങ്ങ് പറഞ്ഞ പോലെ നമ്മളെപ്പോലെ ശാക്തേയന്മാർ ആരുടെയും സമ്മതത്തിന് വേണ്ടിയോ പ്രശംസയ്ക്ക് വേണ്ടിയിട്ടോ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് ശരിയെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞ് നമ്മൾ ചെയ്തു പോവുകയാണ്. അപ്പോൾ ആ ചെയ്തു പോകുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായിക്കൊണ്ട് ഇവരൊക്കെ പ്രവർത്തിച്ചാൽ അത് ഈ നാടിന് ശ്രേയസ്കരമാണ്. അവിടെ ഹൈന്ദവ സമൂഹത്തിന് ഐക്യത്തിൻ്റെ കെട്ടുറപ്പിന്, അഖണ്ഡതയ്ക്ക്, വീരത്തിന്, ക്ഷാത്രവീരത്തിനൊക്കെ ഒരു ഉണർവും ഉയർച്ചയും നൽകുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇത് തൽക്കാലത്തിന് ഇനി ഒത്തിരി വിഷയങ്ങൾ അങ്ങോട്ട് ചോദിക്കാനും മനസ്സിലാക്കാനുണ്ട്. തൽക്കാലം നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ എന്തായാലും പരസ്പരം നമുക്ക് തിരിയാം. നമസ്കാരം.